ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡൽസ് ഓർ തിയറീസ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫേം, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവിനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട തിയറീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ തിയറിയാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് തിയറി ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ. നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? വാല്യൂവിനാണ്. വാല്യൂ എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. എൻ്റെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയ ഷെയർ ഹോൾഡേഴ്സിനെ ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയത് കൊണ്ട് ഹൗ മച്ച് ബെനിഫിറ്റ് ദേ വിൽ ഏൺ, അവർക്ക് എത്ര ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു, അതിന് പറയുന്ന പേരാണ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലോസിനെ ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ. വാല്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓഫ് ദി ഫേം. ഫ്യൂച്ചറിൽ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ വർഷമാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിഞ്ഞിട്ട് 10,000 റുപ്പീസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ 1 ഇയർ കഴിഞ്ഞ് കിട്ടുന്ന 10,000 റുപ്പീസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്, അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ എപ്പോഴും മാക്സിമൈസ് ചെയ്യണം എന്നാണ് ഈ തിയറി ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അത് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ആ മോഡലിൻ്റെ ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇക്വേഷൻസ് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരെണ്ണം തന്നെ പഠിച്ചാൽ മതി. അതിൻ്റെ വേറൊരു മോഡിഫൈഡ് വേർഷൻസ് ആണ് ബാക്കി 2 വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ദി ഫേം ഇസ് ഈക്വൽ ടു π1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഓൾ റേസ് 1 പ്ലസ് π2 divided by 1 plus r all raised 2 plus π3 divided by 1 plus r all raised 3 dot 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 up to πn divided by 1 plus r all raised n. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇക്വേഷൻ. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അടുത്ത 2 എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ π1 π2 π3 എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഇൻ ഈച്ച് ഇയർ. നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന, π1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലോ, π2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലോ, π3 തേർഡ് ഇയറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലോ. അങ്ങനെ പോയി πn എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ലാസ്റ്റ് ഇയർ വരെ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ്. അത് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ. ആർ എന്താണെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് വിച്ച് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആർ ഡിസ്കൗണ്ടഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ ഏൺ ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആർ എന്ന് പറയുന്നത്. അത് നമ്മൾ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ പഠിക്കും എങ്ങനെയാണ് ആർ ഡിറ്റർമിൻ ചെയ്യേണ്ടതെന്നുള്ളത്. അത് അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡിസ്കൗണ്ട് റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആർ എന്ന് വിളിക്കുന്നത്. ദെൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. നേരത്തെ പറഞ്ഞല്ലോ, ലാസ്റ്റത്തെ n അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര വർഷമാണോ? ഇപ്പം ഞാനൊരു 10 കൊല്ലത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ആ n എന്ന് പറയുന്നത് 10 ആയിരിക്കും. 20 ഇയേഴ്സ് ആണെങ്കിൽ n വിൽ ബി 20. ഓക്കെ, അപ്പോൾ ഇതാണ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് π1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റേസ് 1 പ്ലസ് π2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റേസ് 2 പ്ലസ് π3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റേസ് 3 ഡോട്ട് ഡോട്ട് ഡോട്ട്. സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 10 ഇയർ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ എത്ര വരെ വേണം? നമ്മൾ π10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഓൾ റേസ് 10 വരെ നമ്മൾ ചെയ്യണം. അങ്ങനെ നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? വി കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. എന്താ സെക്കൻഡ് ഇക്വേഷൻ? സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഡൈവേഴ്സിഫൈഡ് വേർഷൻ ആണ്. സിൻസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് ദാറ്റ് ഈസ് ആർ മൈനസ് കോസ്റ്റ് ദാറ്റ് ഈസ് സി, ഇക്വേഷൻ 1 മേ ബി എക്സ്പ്രസ്ഡ് ആസ്. അതായത് നമുക്കറിയാം, നേരത്തെ ഞാൻ π1 എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ വേറൊരു പേരാണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? റവന്യൂവിൽ നിന്ന് കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലേ? റവന്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഐറ്റത്തിന് വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പൈ 1 എന്ന് എഴുതി കൊടുത്ത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. RT1 മൈനസ് CT1. ഈ RT1 എന്ന് പറയുകയാണെങ്കിൽ റവന്യൂ ഓഫ് ദി ഫസ്റ്റ് ഇയർ മൈനസ് കോസ്റ്റ് ഓഫ് ദി സെക്കൻഡ് ഇയർ. നമ്മൾ പൈ 1 നേരത്തെ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷനിലെ പൈ 1 എന്താണെന്ന് പഠിച്ചത്? ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ദി ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ് പൈ 1 എന്ന് പഠിച്ചു. ആ പൈ 1 ആ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചാലാണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ അതിന് വേറൊരു രീതിയിൽ എഴുതാണ് RT1 എന്ന് പറയുകയാണെങ്കിൽ റവന്യൂ, ദാറ്റ് ഈസ് ഇൻകം ഓഫ് ദി ഫസ്റ്റ് ഇയർ മൈനസ് CT1 എന്ന് പറഞ്ഞാണെങ്കിൽ കോസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് ഇയർ ഡിവൈഡഡ് ബൈ, പിന്നെ ബാക്കി വ്യത്യാസമൊന്നുമില്ല, 1 പ്ലസ് ആർ ഓർ റേസ് 1. ദെൻ അടുത്ത പ്ലസ് RT2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഇയറിലത്തെ റവന്യൂ മൈനസ് CT2 സെക്കൻഡ് ഇയറിലത്തെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഓൾ റേസ് 2 പ്ലസ് RT3 തേർഡ് ഇയറിലത്തെ റവന്യൂ മൈനസ് CT3 തേർഡ് ഇയറിലത്തെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഓൾ റേസ് 3. അങ്ങനെ എത്ര വർഷം വരെയാണ് നമുക്ക് അതിൽ നിന്നും ഇൻഫ്ലോ കിട്ടുന്നത് അതുവരെ. 10 ഇയർ വരെയാണെങ്കിൽ എന്താണ് എഴുതുന്നത്? RT10 മൈനസ് CT10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഓൾ റേസ് 10. ഓക്കെ, അത് ലാസ്റ്റ് നമുക്ക് ടേം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ എഴുതിയേക്കുന്നത്? RT10 മൈനസ് RTN മൈനസ് CTN ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഓൾ റേസ് n. ഓക്കെ, അപ്പോൾ അവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. RT1, RT2, RT3 എന്ന് വെച്ചാൽ റവന്യൂ ഫ്രം സെല്ലിംഗ് ദ യൂണിറ്റ് അറ്റ് ഡിഫറെൻറ്റ് പീരീഡ്. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റിട്ട് നമ്മൾ ഏൺ ചെയ്യുന്ന റവന്യൂനെ വിളിക്കുന്ന പേരാണ്. ഫസ്റ്റ് ഇയറിൽ ഏൺ ചെയ്യുന്നതിന് RT1, സെക്കൻഡ് ഇയറിൽ തന്നെ RT2 അങ്ങനെ വിളിക്കുന്നുണ്ട്. ദെൻ CT1, CT2, CT3 ഈക്വൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ദ യൂണിറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് പീരീഡ്. നമുക്ക് ആ ഓരോ വർഷവും നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന കോസ്റ്റ്. CT1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിലത്തെ കോസ്റ്റ്, CT2 സെക്കൻഡ് ഇയറിലത്തെ കോസ്റ്റ്, അങ്ങനെ പോവും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് വിച്ച് ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആർ ഡിസ്കൗണ്ടഡ്. ആൻഡ് ടി മീൻസ് ടൈം പീരീഡ്. ആ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം പീരീഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ്റെ ജസ്റ്റ് ഒരു മോഡിഫൈഡ് വേർഷനാണ് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓരോന്നിലും രണ്ട് മെത്തേഡിലായാലും നമ്മൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ പ്രോഫിറ്റ്, അതിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രോഫിറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റവന്യൂവിൽ നിന്ന് കോസ്റ്റ് ലെസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് വേർഷൻ നോക്കാം. ആ സെയിം ഇക്വേഷനിൽ തന്നെ മൂന്നാമത്തെ ഒരു വേർഷൻ നോക്കാം. ദ വാല്യൂ ഓഫ് ദി ഫേം ക്യാൻ ഓൾസോ ബി ഡിറ്റർമൈൻഡ് ബൈ സെപ്പറേറ്റിംഗ് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തത് ടോട്ടൽ റവന്യൂവും അതുപോലെ ടോട്ടൽ കോസ്റ്റും കൺസിഡർ ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ആ ടോട്ടൽ റവന്യൂവിനും ടോട്ടൽ കോസ്റ്റിനും ഒന്നുകൂടി മോഡിഫൈ ചെയ്യാൻ പോവാണ്. അതിൽ TR, ദാറ്റ് ഈസ് ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു P ഇൻറ്റു Q. നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ റവന്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ എത്ര പ്രൈസിനാണോ വിറ്റത്, സപ്പോസ് ഞാനിപ്പോൾ ഒരു 10 റുപ്പിക്കാണ് വിൽക്കണമെന്ന് വിചാരിക്കാം. ആ 10 റുപ്പിക്ക് ഞാൻ 100 യൂണിറ്റ്സ് വിറ്റു. എൻ്റെ ടോട്ടൽ റവന്യൂ എത്രയായിരിക്കും? ഒരു യൂണിറ്റിന് 10 രൂപ. അപ്പോൾ 100 യൂണിറ്റ്സിന് 100 ഇൻറ്റു 10, 1000 റുപ്പീസ്. ആ 1000 ആയിരിക്കും എൻ്റെ എന്തായിട്ട് വരിക? ടോട്ടൽ റവന്യൂ കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് TR കണ്ടുപിടിക്കാൻ? ഇക്വേഷൻ എന്താണ്? P ഇൻറ്റു Q ആണ്. P എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്, Q ഇസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സോൾഡ്. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ടാമത്തെ ഇക്വേഷനിൽ ഉപയോഗിച്ച TRനെ ഒന്നും കൂടി മാറ്റി എന്താക്കി മാറ്റി? P ഇൻറ്റു Q ആക്കി മാറ്റി. ദെൻ TC നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ ഉപയോഗിച്ച ടോട്ടൽ കോസ്റ്റിനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. TC ഇസ് ഈക്വൽ ടു V ഇൻറ്റു Q പ്ലസ് F. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെയിനായിട്ടും 2 ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണുള്ളത്, ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര നമ്പർ ഓഫ് യൂണിറ്റ് വേണമെങ്കിലും നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിക്കോ, ആ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തും മാറും? വാരിയബിൾ കോസ്റ്റും. അതാണ് വാരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ പേര് വന്നത്. മറ്റേത് വാരി ചെയ്യില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു.
അപ്പോൾ സാധാരണ ഒരു കമ്പനിയിലത്തെ കോസ്റ്റ് നമുക്ക് മെയിൻലി 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് നമ്പർ യൂണിറ്റ് കൂടിയാലും കുറഞ്ഞാലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതേസമയം വാരിയബിൾ കോസ്റ്റ് ക്വാണ്ടിറ്റി കൂടുമ്പോൾ വാരിയബിൾ കോസ്റ്റ് കൂടും, ക്വാണ്ടിറ്റി കുറയുമ്പോൾ വാരിയബിൾ കോസ്റ്റ് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് നമുക്ക് എന്ന് പറയാം വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടിയ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ വാരിയബിൾ കോസ്റ്റ് എപ്പോഴും പെർ യൂണിറ്റിലാണ് തരിക, ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ടോട്ടലിലാണ് തരിക. അതായത് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ വരികയെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 8 rupees ആണ് വാരിയബിൾ കോസ്റ്റ്. അതായത് നമുക്കിപ്പോൾ 10 യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എങ്ങനെ കിട്ടും? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 8 rupees. അപ്പോൾ 10 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 8 into 10 ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 80. അപ്പോൾ സാധാരണ നമ്മുടെ വാരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് തരിക? പെർ യൂണിറ്റ് ആണ് തരിക. അപ്പം നമ്മൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ പെർ യൂണിറ്റ് കോസ്റ്റിനെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടി സി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ. വി എന്ന് വെച്ചാൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ക്യൂ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി സോൾഡ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ വി കിട്ടി പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ പെർ യൂണിറ്റിൽ തരില്ല, മൊത്തത്തിലുള്ള ഒരു കോസ്റ്റ് ആയിട്ട് ഒരു ടോട്ടൽ എമൗണ്ട് ആണ് തരിക. അപ്പോൾ നമ്മൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആദ്യം കണ്ടുപിടിച്ചു, അതിനോട് കൂടി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉപയോഗിച്ച ഈക്വേഷനെ മാറ്റിയിട്ട് അതിലുപയോഗിച്ച ടോട്ടൽ റവന്യൂവിനെയും ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാനുണ്ടായത്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈക്വേഷൻ എന്താണ്? പി ഇൻറ്റു ക്യൂ. നമ്മൾ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത്, എത്ര യൂണിറ്റ് വിറ്റു, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ റവന്യൂ കിട്ടി. ദെൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. അതിൽ ഫിക്സഡ് കോസ്റ്റ് ടോട്ടലാണ് കിട്ടുക, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കിട്ടുക. അപ്പോൾ ആദ്യം നമ്മൾ വാരിയബിൾ കോസ്റ്റിനെ ടോട്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിനെ ക്വാണ്ടിറ്റി സോൾഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കിട്ടി. ആ ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തായിരിക്കും ഇക്വേഷൻ. സോ ദ നെക്സ്റ്റ് ഇക്വേഷൻ വിൽ ബി, അപ്പോൾ നമ്മുടെ തേർഡ് ഇക്വേഷൻ എങ്ങനെ വരാമെന്ന് വെച്ചാൽ പി ടി ഇൻറ്റു ക്യൂ ടി മൈനസ് വി ടി ഇൻറ്റു ക്യൂ ടി പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഓൾ റൈസ് ടി. ഓക്കെ, ഇത് വലിയ ഇക്വേഷൻ ആണെങ്കിലും സിമ്പിൾ ആണ്. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഒരു മോഡിഫൈഡ് രൂപമാണെന്ന് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ എന്താ പഠിച്ചത്? നമ്മൾ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ചു. അതിൽ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, അത് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ പഠിച്ചു, പി ഇൻറ്റു ക്യൂ. അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ആ ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര വർഷം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ സപ്പോസ് ഒരു വർഷം ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? P1 ഇൻറ്റു Q1. അപ്പോൾ നമുക്ക് എത്ര വർഷം ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് ടി എത്ര വർഷമാണോ അത് എഴുതുക. പി ഇൻറ്റു 10 വർഷമാണെങ്കിൽ P10 ഇൻറ്റു Q10 അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ PT ഇൻറ്റു QT. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ റവന്യൂ കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ആദ്യത്തെ ഒരു എലമെൻറ്റ് കിട്ടി, RT എന്ന് എഴുതിയത് സംഭവം കിട്ടി. മൈനസ്, അവിടെ നമ്മൾ മൈനസ് തന്നെയാണ് ചെയ്യാറ്. നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ എന്താ മൈനസ് ചെയ്യാറ്? CT എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു, വാരിയബിൾ കോസ്റ്റ് ഇൻറ്റു ക്യൂ പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. VT ഫസ്റ്റ് ഇയറിലത്തെ വാരിയബിൾ കോസ്റ്റും ആ ഫസ്റ്റ് ഇയറിലത്തെ ക്വാണ്ടിറ്റിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനോട് കൂടി ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുക. then divided by 1 plus r all raised t. എത്ര കൊല്ലമാണോ അത്ര കൊല്ലത്തെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഏറ്റവും ആദ്യം പഠിച്ചൊരു ഇക്വേഷൻ പഠിച്ചാൽ ബാക്കി രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? π1 divided by 1 plus r plus π2 divided by 1 plus r all raised to plus അങ്ങനെ പോകും. അത് നമ്മൾ പിന്നെ എന്താണ് നമ്മൾ π1 മാറ്റിയിട്ട് എന്താക്കി മാറ്റി? RT മൈനസ് R1 മൈനസ് C1 ആക്കി മാറ്റി. പിന്നെ മൂന്നാമത്തെ ഇക്വേഷനിൽ ആ ആറിനെയും സിനെയും മാറ്റി ആറിന് പകരം എന്ന് എഴുതി PT QT മൈനസ് സിനെ മാറ്റി എന്ന് എഴുതി VT QT പ്ലസ് F ആയിട്ട് മാറ്റി.
അതൊരു വ്യത്യാസം മാത്രമുള്ള ആ രീതിയിൽ നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ സപ്പോസ് ഒരു വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ ഒരു 5 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറില്ല. ഇക്വേഷൻസ് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഈ 3 ഇക്വേഷൻസും ആദ്യം π1ൻ്റെ ഇക്വേഷൻ അത് വരുന്ന ഇക്വേഷൻ എഴുതാം. ദെൻ r-cയുടെ ഇക്വേഷൻ എഴുതാം. പിന്നെ ഇപ്പോൾ കണ്ടുപിടിച്ച PT-QTയുടെ ഇക്വേഷനും എഴുതി വെച്ചാലാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. നേരത്തെ പറയണം പ്രോബ്ലംസ് സാധാരണ വരാറില്ല. പക്ഷേ ഇക്വേഷൻസ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം ഒരു കമ്പനിയുടെ വാല്യൂ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, വാട്ട് ആർ ദ ഇക്വേഷൻസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ വാല്യൂ ഓഫ് ദി കമ്പനി, അത് നമ്മൾ ചോദിക്കുമ്പോൾ ഈ 3 ഇക്വേഷൻസും എഴുതണം. ഏത് ഇക്വേഷനാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ 3 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഓരോ കമ്പനിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ നമ്മളുടെ എസ്റ്റിമേഷനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്തിനു ചെയ്യണം, എന്തൊക്കെയാണ് വാട്ട് ആർ ദ വേസ് ടു ഇംപ്രൂവ് ദ വാല്യൂ ഓഫ് ദി കമ്പനി, അത് നമ്മൾ എൻക്വയർ ചെയ്ത് റിസർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ച് അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ദെൻ വാല്യൂ മാക്സിമൈസേഷൻ മോഡലിൻ്റെ വേറെ 2 പോയിന്റ്സുകൾ നമുക്ക് നോക്കാനുണ്ട്. The discount rate is determined by, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുക, ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ട്. ആ ഇക്വേഷനിൽ R എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് ദ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്. നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഡിസ്കൗണ്ട് റേറ്റിനെ വിളിക്കുന്ന പേരാണ് R എന്ന് പറഞ്ഞു. ആ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ അത് നമുക്ക് മാനേജ്മെൻ്റ് ആണ് ഫിക്സ് ചെയ്യുക. എത്ര ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് നമ്മളത് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യും. അങ്ങനെ മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും 2 ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഫേസ്ഡ് ബൈ ദ ഫേം. നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക്, നമുക്കറിയാം റിസ്ക് എടുത്താൽ എന്ത് റിട്ടേൺ കൂടുള്ളൂ. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വില്ലിങ്നെസ് ഉണ്ടോ, യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പേടിയാണെങ്കിൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് കുറയും. അപ്പോൾ നമ്മൾ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്ക്കും അൺസർട്ടനിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ദെൻ ദ സെക്കൻഡ് പോയിന്റ് ഈസ് കണ്ടീഷൻസ് ഇൻ ദ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽസ് കണ്ടീഷൻസ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മാർക്കറ്റ് അറ്റ് വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രേഡിംഗ്. നമ്മുടെ ഏത് മാർക്കറ്റിലാണ് എവിടെയാണോ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയ ഷെയർസ്, ഡിബഞ്ചേഴ്സ് അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ കണ്ടീഷൻ വെദർ ഇറ്റ് ഈസ് ഫേവറബിൾ ഓർ നോട്ട് അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഫിക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറയണം അത് ടോപ്പ് മാനേജ്മെൻറ്റ് ഫിക്സ് ചെയ്യാം. പക്ഷേ അവർ ഫിക്സ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കമ്പനി അണ്ടർടേക്കൺ ചെയ്തിട്ടുള്ള റിസ്കിനെയും അൺസർട്ടനിറ്റിയെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ ആ കണ്ടീഷനിൽ അപ്പുറത്തെ സിറ്റുവേഷനിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലത്തെ കണ്ടീഷൻസ് നോക്കിയിട്ട് വേണം ആ ഡിസ്കൗണ്ട് റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. Then the expected cash inflows depends upon, നമ്മൾ ഈ ഡിസ്കൗണ്ട് റേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ കമ്പനിയിലേക്ക് ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലോസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ദി ഫേം. നമ്മുടെ കമ്പനിയുടെ ഇൻഫ്ലോ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. നമ്മുടെ കമ്പനിക്ക് നല്ല ഡിമാൻഡ് ആണെങ്കിൽ ഇൻഫ്ലോ കൂടും, ഡിമാൻഡ് ഇല്ലെങ്കിൽ ഇൻഫ്ലോ കുറയും. അതുപോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, നമുക്കറിയാം പല കമ്പനികളും പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യുക. അത് നമ്മൾ എന്താ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടും. അപ്പോൾ ഇത് രണ്ടും നോക്കണം നമ്മൾ ആദ്യം, നമ്മുടെ കമ്പനിയുടെ ഡിമാൻഡും നോക്കണം, അതുപോലെ ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നോക്കണം. ദെൻ കോസ്റ്റ് നമുക്കറിയാം, കോസ്റ്റ് കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലോ കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റിയാൽ ആസ് എ റിസൾട്ട് വി ആർ ഏബിൾ ടു ഇൻക്രീസസ് ദി ഇൻഫ്ലോ ഓഫ് ദി കമ്പനി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, 2 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ കമ്പനിയുടെ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എസ്റ്റിമേഷൻ നടത്തുക. ഫസ്റ്റ് വൺ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ്.
അപ്പോൾ ഇത്രയ്ക്ക് ഈ രണ്ട് കാര്യങ്ങളും ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്, അതുപോലെ ഈ ക്യാഷ് ഇൻഫ്ലോ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ഇൻഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മാർക്സിന് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ കുറച്ച് 2-3 വാല്യൂസിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അത് പ്ലസ് അറ്റ്ലീസ്റ്റ് ഈ 3 ഇക്വേഷൻസും ഈ ഒരു നോട്ടും കൂടിയും എഴുതിയാൽ നമുക്ക് ഒരു തരക്കേടില്ലാത്തൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു കാര്യം കൂടിയും ഇതിന് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സ്കോപ്പുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്ന് ചോദിച്ച് SC ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ 4 എടുക്കാൻ പോകുന്ന ലിമിറ്റേഷൻ അടക്കം നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. ഇതൊരു 5 മാർക്സിനാണ് ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പഠിച്ച ആ തിയറീസും അതുപോലെ ഇന്ന് പഠിച്ച ഈ 3 ഇക്വേഷൻസും കൂടി എഴുതിയാൽ നമുക്ക് തരക്കേടില്ലാത്തൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇനി 3 എണ്ണം പഠിക്കാനുള്ള ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ 3 എണ്ണത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ് ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ട്രഡീഷണൽ കോൺസെപ്റ്റ്സ് പ്രകാരമുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. മോഡേൺ കോൺസെപ്റ്റ്സ് പ്രകാരം വാല്യൂ മാക്സിമൈസേഷൻ ആണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് അവർ ഫിക്സ് ചെയ്യുക. കാരണം വാല്യൂ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൂട്ടണം? പ്രോഫിറ്റ് കൂട്ടണം. കാരണം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിയാൽ ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ നമ്മൾ എയിം ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷനും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മോഡേൺ കോൺസെപ്റ്റ്സ് പ്രകാരം എവറി ഓർഗനൈസേഷൻ ഷുഡ് ഫിക്സ് ദെയർ ഒബ്ജക്റ്റീവ് ആസ് വാല്യൂ മാക്സിമൈസേഷൻ. എല്ലാ ഓർഗനൈസേഷൻസും അവരുടെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് വാല്യൂ മാക്സിമൈസേഷൻ ആണ്. കാരണം നമ്മുടെ കമ്പനിക്ക് സെയിൽസ് ഉണ്ടായാലേ നമുക്ക് നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള റോൾ ആർക്ക് തന്നെയാണ്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കും മാക്സിമം വാല്യൂ പ്രൊവൈഡ് ചെയ്താൽ പറ്റിയാലേ നമുക്ക് അവരെ നമ്മുടെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.